നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന വ്യാപകമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൂഫാന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഒരു യുവതി അറസ്റ്റിലായ സംഭവം നമ്മളൊക്കെ കണ്ടതാണ്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള യുവതിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോലീസ് പിടികൂടിയത്. ഈ വാർത്ത കേട്ടതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ വൈറലാകുന്നതാണ്. അതായത് യുവതിയുടെ വീഡിയോ എടുക്കാൻ വരുന്ന ആളുകളോട് എൻ്റെ കാര്യം അറിയാതെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞ് ചൂടാകുന്ന ഒരു സ്ത്രീ. ഈ വാർത്ത കണ്ടപ്പോൾ, ഈ വീഡിയോ കണ്ടപ്പോൾ പലരും കരുതി കാണും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അവർ ചെയ്യുന്ന തെറ്റ് ലഹരി വിൽക്കുക എന്ന് മാത്രമല്ല, ഒരു വലിയൊരു സമൂഹത്തെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. അതായത് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ചെയ്യുന്ന ക്രിമിനൽ ഒരു ഒഫൻസാണ് ഇത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യുവതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന, മാതാപിതാക്കൾ വിശ്വസിച്ച് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുന്ന അധ്യാപികയാണ് ഈ പറയുന്ന യുവതി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആശ്രയിക്കുന്ന ഒരു അധ്യാപിക, PT ടീച്ചറാണ് ഈ പറയുന്ന യുവതി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആരെയാണോ നമ്മൾ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് കരുതി ഏൽപ്പിക്കുന്നത്, അതേ കൈകളിലാണ് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ പിടികൂടിയിരിക്കുന്നത് എന്ന് ചുരുക്കം. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കോഴിക്കോട് നിന്ന് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് യുവതി ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളുമായിട്ട് ഡീലിംഗ്സ് നടത്തിയത് എന്നുള്ള സംശയമടക്കം നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സ്കൂൾ കേന്ദ്രീകരിച്ച് പല ആളുകളും ലഹരി വിൽക്കുന്ന തരത്തിൽ ബിസിനസ് വളർത്തുന്ന കാര്യങ്ങളും അതിൻ്റെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും മിഠായികളിൽ ലഹരി വസ്തുക്കൾ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ലഹരി വിൽക്കുന്നതും. ആദ്യം കുട്ടികളിൽ ഇത്തരത്തിൽ മിഠായികളിലൂടെ ലഹരി എത്തിച്ചതിന് ശേഷം അവരതിന് അഡിക്റ്റായി എന്ന് തോന്നുന്ന സമയത്താണ് വിദ്യാർത്ഥികളെ ഇത്തരം മോശമായിട്ടുള്ള രീതിയിലേക്ക് ലഹരി മാഫിയ സംഘങ്ങൾ എത്തിക്കുന്നത്. അത്തരത്തിൽ വലവീശി പിടിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ടുന്ന അധ്യാപകരിൽ ഒരാളാണ് ഈ പറയുന്ന ലഹരി മാഫിയ സംഘത്തിൻ്റെ പ്രധാന കണ്ണിയായിട്ടുള്ള യുവതി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ കുട്ടികളും അപകടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും കഴിഞ്ഞ ദിവസം കള്ളി വെളിച്ചത്തായതോടെ യുവതി പോലീസിന്റെ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏക ആശ്വാസം. അധ്യാപികയായിരുന്ന യുവതിയാണ് കോഴിക്കോട് നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. കോഴിക്കോട് മരുതോങ്കര സ്വദേശിനി KC കീർത്തന എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകിട്ട് വടകര പോലീസും റൂറൽ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത സംഭവം പുറത്തു വരുന്നത്. കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് ലഹരി മരുന്ന് വേണ്ടവർ പണം അയക്കുന്നു. അതിനുശേഷം ലഹരി മരുന്ന് വേണ്ടവർക്ക് മറ്റൊരു ഇടപാടുകാരൻ ഈ പണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി വസ്തുക്കൾ കൈമാറുന്നു എന്നുള്ളതാണ് ഇവരെ കേന്ദ്രീകരിച്ചുള്ള രീതി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കീർത്തനയുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയതായി പോലീസ് പറയുന്നു. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട നിരവധി ഇടപാടുകൾ കീർത്തനയുടെ അക്കൗണ്ടിലൂടെ നടന്നു എന്നുള്ള സൂചനകളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കീർത്തനയ്ക്ക് പണം കൈമാറിയ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം MDMA-യുമായി പിടിയിലായ വടകര സ്വദേശി ആവിക്കൽ ബീച്ച് സ്വദേശി സഫാൻ കീർത്തനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. സഫാന്റെ നിർദ്ദേശം അല്ലെങ്കിൽ സഫാനിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പേരാമ്പ്രയിലേക്ക് പോലീസ് കുതിച്ചു പാഞ്ഞത്. അവിടെ എത്തി കീർത്തനയുടെ വീട് പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നു. കീർത്തനയെ പിടികൂടുന്നു. ഞായറാഴ്ച രാവിലെ കീർത്തനയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്തായാലും വളരെയധികം ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലഹരി മാഫിയ സംഘങ്ങളുടെ തലവൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ അധ്യാപകരുമുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. എന്തായാലും വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ പ്രധാനമായിട്ടും വല വിരിക്കുന്നത് എന്നുകൂടെ ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പടക്കം കൃത്യമായിട്ട് ലഹരി തുടച്ചു നീക്കും എന്ന തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോഴും അധ്യാപകരെ ചുറ്റിപ്പറ്റിയും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിലടക്കം നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ കൂടെ പുറത്തു വരുന്നു.
എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചില സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണങ്ങൾ നടത്തിയതായാണ് വിവരം. ഇതിന്റെ ഭാഗമായിട്ട് റേഞ്ച് തലത്തിൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂൾ കോളേജ് ബസ്സുകളുടെയും വിദ്യാർത്ഥികളുടെ വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ ലക്ഷ്യമാക്കി പോലീസ് പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 1231 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 3333 ഡ്രൈവർമാരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 4 ജില്ലകളിലായി 29 ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചതായും കണ്ടെത്തുന്നു. ഇവർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചു. എറണാകുളം റൂറൽ ജില്ലയിൽ 373 സ്കൂളിലെ 1162 ഡ്രൈവർമാരെ പരിശോധിച്ചപ്പോൾ 7 പേർ മദ്യപിച്ചതായാണ് കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ 244 സ്കൂളുകളിലെ 634 ഡ്രൈവർമാരെ പരിശോധിച്ചപ്പോൾ അതിൽ 9 പേരും മദ്യപിച്ചാണ് ഡ്രൈവിംഗ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അതിഗുരുതരമായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലോകത്തേക്ക് ഈ കുട്ടികളെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇവിടെ വച്ചു പുലർപ്പിക്കില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തൂഫാനെ സംബന്ധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്ന ഇത്തരം പദ്ധതി അത് സംസ്ഥാനത്ത് മാത്രമല്ല, മറിച്ച് രാജ്യത്തെ മറ്റ് സംസ്ഥാനത്തെ കൂടെ ബാധിച്ചിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ലഹരി വിൽക്കുന്ന രീതി കുറഞ്ഞിട്ടുണ്ട് എന്നതടക്കം കേരളത്തെ അഭിസംബോധന ചെയ്ത് പല സംസ്ഥാനങ്ങളും രംഗത്ത് വരികയാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകാരെ അടക്കം പൂട്ടാൻ ഈ തൂഫാനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ അത് വലിയ രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലഹരി വ്യാപകമായിട്ട് വിറ്റുകൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഇത് കിട്ടാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ എത്തിച്ചിരിക്കുന്നു. ഏകദേശം ഇതുവരെ 6182 കേസുകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 6632 പേരോളം ഇതിന്റെ പേരിൽ അറസ്റ്റിലുമായിട്ടുണ്ട്. 35 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായാണ് വിവരങ്ങൾ. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ ഞങ്ങൾ തുടങ്ങിയതെന്ന് ആഭ്യന്തരമന്ത്രിയും പറയുന്നു. നഗരങ്ങളിലെ രാത്രികാല ജീവിതം ഉത്തരവാദിത്തപൂർണ്ണമായി ഒക്കെ മാറ്റാനുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തന്നെയാണ് പ്രധാനം ലക്ഷ്യമിടേണ്ടത്. അത്തരത്തിൽ വസ്തുക്കളുടെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രികാല ജീവിതം സുഖകരമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മയക്കുമരുന്ന് അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. കാരവാനിൽ മയക്കുമരുന്ന് ഉപയോഗം അനുവദിക്കില്ല. 15000-ഓളം സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെടുത്ത് തൂഫാൻ പതാക ഉയർത്തിക്കഴിഞ്ഞു. 3000-ലധികം ബോധവൽക്കരണ സെമിനാറുകൾ നടത്തിക്കഴിഞ്ഞു. ലഹരി തടയാൻ കേരളത്തിലെ പ്രവർത്തിക്കുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും ദക്ഷിണേന്ത്യയിലെ DGPമാരുടെയും യോഗമടക്കം വിളിച്ചു ചേർത്ത് വിജയകരമായി മുന്നോട്ട് പോയെന്നാണ് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഈ മീറ്റിംഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെ: ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നമ്മൾ സദേൺ ഇന്ത്യയിലെ DGPമാരുടെ യോഗമാണ് വിളിച്ചുകൂട്ടിയത്. തമിഴ്നാട് DGP, പോണ്ടിച്ചേരി DGP, കർണാടക ADGP, തെലങ്കാന, ആന്ധ്രാപ്രദേശിൽ നിന്ന് അവരുടെ നർക്കോട്ടിക് ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന IG-മാർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസീസ്, കസ്റ്റംസ്, RPF, റവന്യൂ ഇന്റലിജൻസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, IB എന്നീ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. കേരള DGP രമണ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഡ്വൈസർ ശ്രീ ഹേമചന്ദ്രൻ, മറ്റ് ADGPമാർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നമ്മൾ ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓപ്പറേഷൻ തുഫാന്റെ നർക്കോ ഹണ്ട് പൂർണ്ണമായി വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം, ഇന്റലിജൻസിന്റെ സഹായം നമുക്ക് ഇതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ DGPമാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വളരെ ഫലപ്രദമായ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞത്.
പ്രധാനമായി ഇതിലെടുത്ത തീരുമാനം അവരെല്ലാവരും ഒരു കാര്യം സംബന്ധിച്ചു, ഓപ്പറേഷൻ തുഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGPമാരും ADGPമാരും കേരള ഗവൺമെന്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ കരുതി, യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി. അപ്പൊ ഇതൊരു സ്ഥിരം സംവിധാനമായി ഒരു കോർഡിനേറ്റേഴ്സിന് ഒരു SP ലെവൽ, SP-യുടെ മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അവര് ഓരോ സംസ്ഥാനങ്ങളിലെയും നോഡൽ ഓഫീസറായിട്ട് നിയമിക്കും. പീരിയോഡിക്കലായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും അവർ ഈ കോർഡിനേറ്റേഴ്സ് പരസ്പരം ചർച്ച ചെയ്യും. ഈ യോഗം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് കോർഡിനേഷനിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി, പോലീസും അത് സെൻട്രൽ ഏജൻസീസും ഈ നർക്കോട്ടിക് എന്ന ഈ ഡർട്ടി ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മളിനി അതേ മോഡലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ആലോചിച്ച് കുറെ നല്ല കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിലൂടെ കേരളം ഈ ഓപ്പറേഷൻ തുഫാനെ വിജയിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എല്ലാ സഹായവും ഈ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക ഹോം മിനിസ്റ്റർ ശ്രീ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി ഇവിടെ വരാമെന്ന് ഇപ്പോൾ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അന്ന് 15-ാം തീയതി ഉണ്ടാവും. അന്ന് കർണാടകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അന്ന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാരുമായിട്ട് ഈ ദിവസങ്ങളിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. അങ്ങനെ വളരെ ഫലപ്രദമായ യോഗമായിരുന്നു ഇന്നത്തേത്. ഇനിയും ഇതിപ്പോ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങളുടെ പിന്തുണയോടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ തലങ്ങളിലുമുള്ള കൂടുതൽ NDPS കോടതികൾ, ഇതൊക്കെ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരത്ത് ഓരോ NDPS കോടതികൾ സ്ഥാപിക്കാൻ. അത് ഞാൻ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ക്യാബിനറ്റ് തീരുമാനമുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകും. അത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ 10 കോടതികൾ കൂടി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഉടനടി തീരുമാനിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിന് ഡ്രഗ് ഫ്രീ കൺട്രി എന്ന നിലയിൽ ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള DGPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര ഏജൻസികളും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും ഇനി അടുത്ത ഘട്ടമായി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക, അതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക, നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുക. ഇപ്പൊ ബസ്സില്, ട്രെയിനില്, വിമാനത്തില്, ബോട്ടുകളില് ഒക്കെ വരുന്ന എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത